ഒരു ചെറിയ കുതിരപ്പാവയാണ് ചൈനീസ് വിപണിയിലെ ഇപ്പോഴത്തെ താരം. സോഷ്യൽ മീഡിയയിൽ ഇതിനെ കരയുന്ന കുതിര എന്നാണ് വിളിക്കുന്നത്. നിർമ്മാണത്തിൽ വന്ന പിഴവാണ് പാവയ്ക്ക് ഇത്രയ്ക്ക് ജനപ്രീതി നേടിക്കൊടുക്കാൻ കാരണം. താഴേക്ക് വളഞ്ഞ വായയും കഴുത്തിലൊരു സ്വർണ്ണമണിയും ഒരു വശത്തേക്ക് നോക്കുന്ന കണ്ണുകളുമുള്ള ചുവന്ന നിറത്തിലുള്ള ഒരു കുതിരക്കുട്ടിയാണിപ്പോൾ ചൈനീസ് വിപണിയിലെ താരം. ചൈനീസ് കലണ്ടർ പ്രകാരം 2026 കുതിരയുടെ വർഷമായതിനാലാണ് കളിപ്പാവയെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത്. സോഷ്യൽ മീഡിയയിൽ ഇതിനെ കരയുന്ന കുതിര എന്നാണ് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ ചിരിക്കുന്ന മുഖത്തോടുകൂടി രൂപകൽപ്പന ചെയ്ത കളിപ്പാട്ടത്തിന്റെ നിർമ്മാണ പിഴവ് കാരണമാണ് സങ്കടഭാവത്തിലായി പോയത്. നിർമ്മാണത്തിനിടെ അബദ്ധവശാൽ വായ തലതിരിച്ചു തുന്നിയതോടെ പാവയുടെ മുഖഭാവം തന്നെ മാറിപ്പോയി. എന്നാൽ വൈകാതെ തന്നെ ഇതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയായിരുന്നു. പാവയ്ക്ക് ആവശ്യക്കാർ വർദ്ധിച്ചതോടെ അതേ പാവയെ തന്നെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഓഫീസിലെ ജോലിഭാരവും സമ്മർദ്ദവും അനുഭവിക്കുന്ന ഒരു ശരാശരി മനുഷ്യന്റെ ഭാവമാണ് ഈ കുതിരയ്ക്കുള്ളതെന്ന് പലരും തമാശ രൂപേണ പറയുന്നു. ഈ വ്യത്യസ്തമായ കളിപ്പാട്ടത്തിന് വരും ദിവസങ്ങളിലും വലിയ വിപണി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ന്യൂസ് മലയാളം ഇന്റർനാഷണൽ ഡെസ്ക്.